നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2 ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അൻസാരി സുഹരി ഉസ്താദും ഈ മാരിയോ എന്ന് പറയുന്ന സുലൈമാൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊളയും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തതാണ്. കാരണം ഈ മാരിയോ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ചെറ്റ സ്വന്തം ഭാര്യയുടെ തല സെറ്റപ്പ് ബോക്സ് വെച്ച് അടിച്ച് പൊട്ടിച്ച് ആകെ പ്രശ്നമായിട്ട് ഇപ്പോൾ രണ്ടുപേരും 2 രീതിയിലാണ് പോകുന്നത്. ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തെ വഞ്ചിച്ച് പറ്റിച്ച് പല ആളുകളുടെ ഇടയിലും ഫ്രോഡ് പരിപാടി കാണിച്ചപ്പോൾ ഇവൻ്റെ തലക്കടിച്ച് പറഞ്ഞു വിട്ടപ്പോൾ ഇവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുക. ആ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവ സഹോദരിയെ വിവാഹം ചെയ്ത് അതിനകത്ത് 2 പെൺമക്കളങ്ങാണ്ടുണ്ട്. അപ്പോൾ ഇവർ ഈ മോട്ടിവേഷൻ ക്ലാസ്സും എടുത്ത് നല്ല രീതിയിൽ തന്നെ പോകുന്ന വഴിക്കാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. ആ ട്രസ്റ്റിലൂടെ അമിതമായ പണം വന്ന് വീണപ്പോഴത്തേക്ക് ഇവൻ്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഫ്രോഡ് പരിപാടി, ഈ പരിപാടി കാണിച്ചപ്പോഴത്തേക്ക് പെണ്ണുമ്പിള്ള ചോദ്യം ചെയ്തു. അങ്ങനെ പ്രശ്നമായപ്പോഴാണ് ഈ ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ച ഈ സുവിശേഷ പ്രസംഗകൻ. ഇവൻ ആരെയും കളിയാക്കൂല, ഇവൻ ആർക്കുമെതിരെ വിദ്വേഷങ്ങൾ പറയത്തില്ല. പക്ഷേ അൻസാരി സുഹരി ഉസ്താദ് ഇവനിക്കെതിരെ വളരെ രസകരമായ രീതിയിൽ ഒരു വീഡിയോ ഹാസ്യ രൂപേണ ചെയ്തു. ആ വീഡിയോ ഇവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവൻ വന്നിട്ട് അൻസാരി ഉസ്താദിനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാം കാണണം. കാരണം ഈ ഹാറാത്തിലുണ്ടായവനെയൊക്കെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ പറയേണ്ടത്. കാരണം എനിക്ക് പറയുകയല്ല ചെയ്യേണ്ടത്, സത്യത്തിൽ ഇവനിക്കൊക്കെ നല്ല പെടയാണ് കിട്ടേണ്ടത്. കാരണം ക്രൈസ്തവ മതത്തിൽ പോയിട്ട് ആ സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ചവനാണ് ഈ വൃത്തികെട്ട ചെറ്റ. ഇപ്പൊ സ്വന്തം ഭാര്യയും മക്കളും അച്ചാറ് വിറ്റാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ലെവലിലേക്ക് ഇവൻ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ക്രൈസ്തവർക്കും വേണ്ട, ക്രിസംഖികൾക്കും വേണ്ട, പിന്നെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ നല്ല ആമ്പിള്ളേർ ഇവന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അത് അൻസാരി സുഹരി ഉസ്താദിനെ വിമർശിച്ചോട്ടെ, നമുക്ക് ആരെ വേണേലും വിമർശിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ സമുദായത്തെ കയറി ചൊറിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് 2 വർത്താനം പറയാതെ പോലെ എങ്ങനെ നമ്മുടെ ഒരു ഹൈന്ദവ സഹോദരിയെ ഒരു ക്രൈസ്തവ സഹോദരി ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ വേട്ടാവളിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവന് പറയേണ്ട പേര് നല്ല എന്താ പറയുക, തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അസുര വിത്തുക്കൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും. ഇവര് ഈ ഭൂമിയിൽ നാശം വിതയ്ക്കും. അതാണ് നമ്മളിപ്പം ഇവനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അഭിപ്രായവും ഇവന്റെ കോമാളിത്തരവും ഇവന്റെ ഇപ്പൊ ഈ കോമാളിത്തരമൊക്കെ കാണുമ്പോഴത്തേക്കോ കാണ്ടാമൃഗത്തിൽ കാട്ടുപന്നിക്കൊണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുപോകാം. എനിക്ക് എന്തോ ഇഷ്ടമാണ് ചാന്തുവിട്ട്. അത് കഴിഞ്ഞിട്ട് പറയണം സോയിലല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇനി അടുത്തുകൊണ്ട് അത് പറയുന്നില്ല. ബിലാലുൽ അതിന്റെ കൗമുണ്ട് അവിടെ, അത് നിങ്ങളെ പോലെ ഇരിക്കും കണ്ടാൽ. അവർക്ക് നിരന്തരം കഞ്ചാവ് വേട്ടയും അല്ലെ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ കൊക്കൈനും പിന്നെ ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു ഈ പരമചെറ്റ ഉണ്ടല്ലോ. ഇവൻ കഞ്ചാവ് അടിച്ച് കോണകം തെറ്റി ലെവലും പോയിട്ടാണ് ഇവന്റെ ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ചത്. പിന്നെ ഇവൻ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് പോകുന്നവന്റെ ഇവന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരൊറ്റ വീഡിയോ തന്നെ മനസ്സിലായല്ലോ. അൻസാരി സുഹരി ഇവനെ കുറിച്ചിട്ട് വളരെ ഹാസ്യ രൂപേണ വീഡിയോ ചെയ്തപ്പോൾ ഇവൻ അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആർക്ക് വേണേലും പരിഹസിക്കാൻ, കളിയാക്കാം. പക്ഷെ തിരിച്ചു പറയുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ആ ഒരു സഹിഷ്ണുത നീ കാണിക്കണം. അത് നിനക്കില്ല എന്നുള്ളതാ. നീ ഒരു 1-ാം തരം വെട്ടവളിയനാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സഹോദരി കൊടുക്കുന്ന മറുപടിയൊക്കെ ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട്. താങ്കളെ കണ്ടാൽ ആളെ മനസ്സിലായല്ലോ. മാരിയ ജോസഫ് ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണ്, സുവിശേഷ പ്രസംഗകനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയുമൊക്കെ ഗുണങ്ങളുള്ള നമ്മുടെ മാരിയ ജോസഫ് ആണ് ഒരാളെ വന്ന് ഇങ്ങനെ ബോഡി ഷേമിങ് കൊടുക്കുന്നത്. ഇങ്ങനൊക്കെ ചെയ്യാമോ കുഞ്ഞാടെ? ഇതൊക്കെ തെറ്റല്ലേ? ദൈവം പൊറുക്കുവോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട്? എന്റെ പൊന്നു ചങ്ങാതി, ഭാരതത്തിലുള്ള എല്ലാ ഔദാര്യവും താങ്കൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് ആരുടെ ഔദാര്യം കൊണ്ടാണെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ഹൈന്ദവരുടെ ഔദാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും താങ്കൾക്കും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തിനാ ഇത്ര ഹാസ്യം? താങ്കൾ കുറെ ഹാസ്യത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളെല്ലാം ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമ്പോൾ കുറച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ കോമാളിത്തരം കണ്ടിട്ട് അവർ ചിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് വർഗീയ വിഷം കൂടെ കുത്തി കയറ്റുന്നതല്ല താങ്കൾ പണി. പട്ടിനടിക്കുന്ന പോലെ അടിക്കുന്ന ബാക്കി ഞാൻ പറയുന്നില്ല. ഇവിടെ നീ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 500 വേണ്ട 300 രൂപ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഒരു സുവിശേഷകന് പറ്റിയ ഒരു കാര്യമാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്തോ നീ കാണിക്കുന്നു വന്നിരുന്നു. ആ ഉസ്താദ് ചോദിച്ചത് ശരിയല്ലേ? സ്വന്തം ഭാര്യയുടെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച് ആ പാമ്പ് ജിജിമാരിയോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ച ഈ ലോകം മൊത്തം കണ്ടതാണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പുള്ളിയോ സുവിശേഷ പ്രസംഗകന്
അല്ല, നിങ്ങൾ ചെലവിന് കൊടുത്തിട്ടാണോ അവർ കഴിയുന്നത്? സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ മാരിയ ജോസഫിന്റെ വൈഫായ ജിജി മാരിയോ അവരോട് ഇപ്പൊ നല്ല ബഹുമാനമുണ്ട്. രണ്ടുപേരും തമ്മിൽ തല്ലി പിരിഞ്ഞപ്പോ രണ്ടുപേരെയും കുറ്റം പറഞ്ഞായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ട് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി നിങ്ങളുടെ ഭാര്യ. കാരണം അവർ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ സ്വന്തം കാലിൽ ഇപ്പൊ നിന്ന് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. അയ്യോ എന്റെ ജീവിതം തകർന്നേന്നും പറഞ്ഞിട്ട് അവരവിടെ അവസാനിച്ച് പോയില്ല. ആ സ്ത്രീയോട് വളരെയധികം ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ പ്രവൃത്തിയും കോമാളിത്തരം കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ് മിസ്റ്റർ, പുച്ഛം. 4 വീടുണ്ടോ, ഒരൊറ്റ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടില്ല. അവർ അവിടെ 4 വീടും അവർ സ്വയമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കിയാണ്, അല്ലാതെ അവളെ വീട്ടുകൊണ്ടൊന്നുമല്ല, പണിയെടുത്തുണ്ടാക്കിയതാണ്. എന്താ പണി? ഈ കള്ളങ്ങളെല്ലാം വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് എടുത്ത മോട്ടിവേഷൻ ക്ലാസ്സോ, അതോ ഈ സുവിശേഷ പ്രസംഗമോ, അതോ ചാരിറ്റിയുടെ പേരിൽ ഒഴുകിയെത്തിയ കോടികളോ? എന്താ അങ്ങനെ പണിയെടുത്തതല്ലേ ഈ 4 വീടും? 30 വർഷം അവർക്ക് ചെലവിന് നീയാണല്ലോ നിന്റെ വാപ്പയാണ് കൊണ്ട് കൊടുത്തത്. അവർ അന്തസ്സായിരിക്കുന്നത്. ഇനി നീ നിന്റെ ഭാര്യനെ ഒരു കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? ഈ അടുക്കളയിൽ മാത്രം നിന്റെ ഭാര്യനെ പുറത്തുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുവരാൻ തനിക്ക് പറ്റുമോ? ആളിന്റെ ആ ഒരു ഭാഷയുടെ ആ ഒരു സ്റ്റൈല് മാറിയത് കണ്ടോ? ശാന്തിയായിരിക്കണം, ക്ഷമയായിരിക്കണം, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം എന്നൊക്കെ ഒരുപാട് തവണ വിളിച്ചു കൂവിയ ഒരു മനുഷ്യനാണ്. ഇപ്പൊ അയാൾ പറയുന്ന ആ ഒരു ഭാഷ, അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര വൃത്തിഹീനമാണ്. അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ മറ്റൊരാളുടെ ഭാര്യയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് യാതൊരു മനസാക്ഷിക്കുത്തും തോന്നാതെ അടിച്ചിറക്കിയ വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതൽ വല്ലതും ആരെങ്കിലും പ്രതീക്ഷിക്കണോ? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരസ്യമായിട്ട് ബിസിനസ് ചെയ്താൽ പുറത്തിറക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്വന്തം കൊടുത്തില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ അവൾ ഇനിയും ബിസിനസ് ചെയ്യും, അവൾ ഇനിയും കാശ് ഉണ്ടാക്കും. അത് ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും, ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുകയും ചെയ്യും. ആഹാ, ഇപ്പൊ നിങ്ങളങ്ങ് സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങളങ്ങ് ബിസിനസ് ചെയ്യാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ എന്താ പൊട്ടനാ? നിങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് പൊട്ടന്മാരാന്നാ? ഞങ്ങളെല്ലാം കണ്ടും കേട്ടും ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ചെറിയ ഒരു കുപ്പിയിലെ അച്ചാറിൽ നിന്നും തുടങ്ങി ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ആ ബിസിനസ് വളർത്തിയെടുത്തു. അത് അവരുടെയും അവർക്ക് ചുറ്റുമുള്ള അവരുടെ മക്കളെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ കഷ്ടപ്പാടാണ്. അതെല്ലാം അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഓസിനങ്ങ് അടിച്ചെടുക്കുവാണോ മോട്ടിവേഷൻ സ്പീക്കറെ? എന്തുവാണ് അങ്ങാടി തോറ്റേനെ അമ്മയുടെ രംഗത്ത് പറഞ്ഞാൽ വല്ല കുടുംബത്തിലെ രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആസ്വദിക്കുന്നതാണോ ഡിഫൻസ്? അറിവ് എന്താ പാടേ? ഇത് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങാടി തോറ്റതിന് അമ്മയോടാണോ? വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട ഭാര്യ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് ആ ഒരു കുശുമ്പും അസൂയയും കണ്ടവന്റെ നെഞ്ചത്ത് തീർക്കല്ലേ നിങ്ങളിപ്പോ ആ ഉസ്താദിനെ എടുത്തിട്ട് വളർത്തുന്നതും അത് തന്നെയല്ലേ? ഒരു സുവിശേഷ പ്രസംഗകനാണ്, ഇടയ്ക്കൊക്കെ അങ്ങ് മറന്നു പോകുന്നുണ്ട് മോട്ടിവേഷൻ സ്പീക്കറെ. ഒരു ഉസ്താദ് എന്ന പേരെങ്കിലും അതിന്റെ മര്യാദകളും കാണിക്കും. ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗകൻ എന്ന പേരെങ്കിലും ഇല്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തുകൂടെ? എന്ത് പൊട്ടത്തിലേക്കാണ് വിളിച്ചു പറയുന്നത്? സദക്കയും സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സംവിധാനമുള്ളൂ. നിന്റെ ഈ മുസ്ലിം എന്ന് പറയുന്ന സാധനം തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയത് പഴയ നിയമ ബൈബിൾ പെൻഡറ്റോക്കിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചക ചരിത്ര നബിയും കൃതുബിൽ നിന്ന് മോഷ്ടിച്ചതല്ല. അതുകൂടാതെ പുതിയ നിയമത്തിലെ ഇഞ്ചിലിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ലേ? ഇതുകൂടാതെ അന്ന് പേർഷ്യയിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകർ ഹൈന്ദവരുടെ കോപ്പി അടിച്ചു കൊണ്ടുപോയതല്ല. എന്താ നിനക്ക് സംശയമുണ്ടോ? ഞാൻ പറഞ്ഞു ഓരോന്നോ. ഇപ്പൊ ഇവിടെ ആരാണ് വർഗീയത തുപ്പുന്നത്? നിങ്ങളല്ലേ വർഗീയത തുപ്പുന്നത്. നിങ്ങളുടെ ആ വർഗീയതയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ജനിച്ചത് ഒരു ഇസ്ലാമായിട്ടാണ്, കുറച്ച് നാൾ വളർന്നതും ഇസ്ലാമായിട്ടാണ്. പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻ മതമൊക്കെ സ്വീകരിച്ച് അത് അങ്ങോട്ട് വിശ്വസിച്ച് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്തു, നാട്ടുകാരെയൊക്കെ അങ്ങോട്ട് പറ്റിച്ച് ചാരിറ്റി ഒക്കെ നടത്തി അതിൽ നിന്നും വന്ന കോടികളുടെ പുറത്ത് ജീവിച്ച് അവസാനം ഭാര്യയും മക്കളെയും അടിച്ചിറക്കി വിട്ട നിങ്ങളാണ് ഇപ്പൊ വന്നിരുന്ന് വർഗീയത തുപ്പുന്നത്. സുലൈമാനെ എന്തിനാടാ വീട്ടിയിരിക്കുന്ന? അല്ലെങ്കിൽ ഇനിയിപ്പോ ഉണ്ടോന്ന് പോലും അറിയില്ല. ആ പാവം മനുഷ്യനെ പറയിപ്പിക്കുന്ന എന്തിനാടാ? അയാളുടെ തുമ്മി പണ്ടാരടങ്ങി കാണും. നീ അൻസാരി സുഹൈരി ഉസ്താദിന്റെ ബാപ്പയ്ക്ക് പറയാനും അല്ലെങ്കിൽ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് പറയാനൊക്കെ നീ ആയിട്ടുണ്ടോ? നീ ഒരു ഒന്നാന്തരം ഫ്രോഡല്ലേ? നീ ഒരു ഒന്നാന്തരം കൂതറയല്ലേ? നീ സ്വന്തം ഭാര്യയുടെ തലയടിച്ച് പൊട്ടിച്ച് അവളെ പറഞ്ഞു വിട്ടിട്ട് നീ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇരുന്നോണ്ട് കൊണയടിക്കല്ലേ മാരിയോ എന്ന് പറയുന്ന സുലൈമാനെ. കാരണം നിന്നെ പബ്ലിക്ക് കിട്ടിയാണല്ലോ ഇതുപോലെ സഹോദരിമാരില്ലേ, അവർ കാലി കിടക്കുന്ന ചെരുപ്പിന് നിന്റെ ചെകിള പൊളിച്ചടിക്കും. അതും കൂടെ നീ മേടിക്കേണ്ടി വരും. നീ അധികം താമസിക്കാതെ ഒരു പക്ഷേ ചിലപ്പോൾ നീ അത് മേടിക്കും. എടാ, ആശയത്തെ ആശയം കൊണ്ട് നേരിടണം. അതല്ലാതെ ഉസ്താദ് പറഞ്ഞതിന് അതേ ഭാഷയിൽ മറുപടി കൊടുക്കേണ്ടതിന് പകരം നീ ഈ വന്നിരുന്നോണ്ട് കാണിച്ചിട്ടുള്ള കോമാളിത്തരം ഉണ്ടല്ലോ, അതിന് ഞാൻ തന്തയ്ക്ക് പറയ്ക്കാത്തവനെന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള ഒരുത്തനും ഒരു ചെറ്റയും ഇതുപോലെ വന്നിരുന്നോണ്ട് കൊണയടിക്കത്തില്ല. അപ്പൊ നിനക്കുള്ള മറുപടി ആ പ്രിയപ്പെട്ട സഹോദരി തന്നെ തന്നിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളവർ നിന്റെ അണ്ണാക്കി തന്നെ അടിച്ചു തരും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.